നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. അത് ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ അകലെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ബസ് ടെർമിനലുണ്ട്, അവിടുന്ന് ആണ് ബസ്സിന് കയറിയാണ് പോകേണ്ടത്. അപ്പോൾ ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുക. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് നമ്മൾ ക്യാമറ തിരിക്കുകയാണ്. ഇതാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആന്ധ്രയിലെ ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് നമുക്ക് കാണാം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. ഓട്ടോക്കാർ, ടാക്സിക്കാർ എല്ലാവരെ കൊണ്ട് ബഹളമയം. ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത്, പുറകുവശത്ത്, അപ്പുറത്ത് എൻ്റെ പുറകിൽ കാണാം, അവിടെയാണ് ഈ തിരുമല ഭാഗത്തേക്ക് പോകുന്ന ബസ്സൊക്കെ നിർത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ബസ്സുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. അതാ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ബസ്സുകളാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇതുകൂടാതെ ഷെയർ ടാക്സി ആയിട്ട് ജീപ്പുകൾ, കമാൻഡർ ജീപ്പുകളുമുണ്ട് ഈ തിരുമലയ്ക്ക്. അതുകൂടാതെ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള എന്താ പറയണ്ടേ, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിരവധി കമാൻഡർ ജീപ്പുകളാണ്. കമാൻഡർ ജീപ്പുകളുടെ ഒരു പേട്ടയാണ് ഇവിടെ. അത് ഒരു ദിവസത്തെ ഫുൾ ട്രിപ്പ് ഈ കമാൻഡർ ജീപ്പ് ഇവർ പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും കാണിച്ച് വൈകുന്നേരത്തോടു കൂടി തിരിച്ചു മടങ്ങുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് കേട്ടോ. തിരുമലയ്ക്ക് പോകേണ്ട ബസ്സുകളൊക്കെ ഇതാ ഇങ്ങനെ വഴിക്ക് വഴിയെ. ഇതൊക്കെ APRTCൻ്റെ ബസ് കേട്ടോ, നമ്മുടെ കേരളത്തിലെ KSRTC പോലെ തന്നെ. ഇതിലേതെങ്കിലും ബസ്സിന് കയറിയിട്ട് ഈ പറയുന്ന 24 കിലോമീറ്റർ അകലെയുള്ള നമ്മളെ തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെത്തണം. രാവിലെ സമയം ഇപ്പം 7:30 പോകുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കുള്ള കാഴ്ചകളും പകർത്തണം. നമുക്ക് ഏതായാലും ഇനി തിരുമല ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാം. ഇതുപോലുള്ള AC ബസ്സുകൾക്ക് 110 രൂപയാണ് ചാർജ് കേട്ടോ. ഇതുപോലത്തുള്ള AC ബസ്സുകൾക്ക് 110 രൂപയും, ഇതുപോലുള്ള ഓർഡിനറി ബസ്സുകളുണ്ട്, AC അല്ലാത്ത ബസ്സുകൾ, ഇതും ഈ പറയുന്ന APRTCൻ്റെ ബസ്സുകളാണ്. ഇതുപോലത്തെ ബസ്സിന് 90 രൂപ ചാർജ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു AC ബസ്സിൽ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. 20 രൂപയുടെ മാറ്റമുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഓർഡിനറി ചൂടും കൊണ്ട് പോകേണ്ട കാര്യം? 20 രൂപയുടെ മാറ്റമേ ഉള്ളൂ. 110 രൂപ ACക്കും, 90 രൂപ AC അല്ലാത്തതിനും. ഇതാണ് AC ബസ്സിനുള്ളിലെ കാഴ്ച കേട്ടോ. നല്ല സൗകര്യമുള്ള ബസ്സാണ്. അങ്ങനെ നമ്മൾ തിരുപ്പതിയിൽ നിന്നും ആന്ധ്രാപ്രദേശിൻ്റെ സർക്കാർ ബസ്സിൽ കയറി തിരുമല ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇത് തിരുപ്പതി ടൗണിൻ്റെ, നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. തിരുമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് തിരുപ്പതിയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ 9ാമത്തെ വലിയ നഗരമാണ് തിരുപ്പതി. അപ്പോൾ നമ്മൾ തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതുക്കെ തുടങ്ങുകയാണ്. അങ്ങ് ദൂരെ സപ്തഗിരി മലനിരകൾ കാണാം. 7 മലനിരകൾക്ക് ഇടയ്ക്കാണ് ഈ പറയുന്ന തിരുമല ബാലാജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പതി നഗര ഹൃദയഭാഗങ്ങളെല്ലാം പിന്നിട്ട് താമസ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിലാണ്. ചുരം ഭാഗത്തേക്ക് നമ്മുടെ വാഹനം എത്തിച്ചേരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കൊക്കെ ഫ്ലൈ ഓവറുകളൊക്കെ കാണാം. പുതിയ കാലഘട്ടത്തിൽ വന്ന ഫ്ലൈ ഓവറുകളാണ്. മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ തിരുപ്പതി പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്ന് ഇവിടെ ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും യാത്ര തുടരുകയാണ്. ഇത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടത്തിനടുത്തെത്തി. ഇവിടുന്ന് തൊട്ട് ക്ഷേത്രത്തിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ കടക്കുകയാണ്. ഇത് ക്ഷേത്രത്തിലേക്ക് മാത്രം പോകുന്ന
ഒരു റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രദേശമാണ്. 7, 8, 9ഓളം ട്രാക്കുകൾ ഇവിടെയുണ്ട്. ഈ തിരുമല ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ ആളുകളുടെയും ബാഗുകളും എല്ലാം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തിരുമല ക്ഷേത്രം ഇതിന് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. ഞങ്ങളങ്ങനെ ബാഗെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ബാഗും എടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങുകയാണ്. എൻ്റെ മുമ്പിൽ നടന്നു പോകുന്ന ആളുകൾ എൻ്റെ ബസ്സിൽ തന്നെ വന്ന ആളുകൾ തന്നെയാണ്. അവിടെ നിരവധി ട്രാക്കുകളുണ്ട്. പല സ്ഥലത്തും ഇതുപോലുള്ള പരിശോധനകൾ നടക്കുന്ന കാണാം. അതുപോലെ തന്നെ സെക്യൂരിറ്റി പരിശോധന ഉള്ള ആ കവാടത്തിലൂടെ കടന്നു പോകണം നമ്മൾ ബാഗുമായി. നമ്മളതിൻ്റെ ഇടയ്ക്ക് ശരീരമാസകലം പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം ഇത് ആ ബാഗ് ഇതുപോലൊരു മെഷീനിലൂടെ കടത്തിവിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പുറത്തുനിന്ന് നമുക്ക് ആ ബാഗ് എടുത്ത് മുമ്പോട്ട് നീങ്ങാം. അതിനിടയ്ക്ക് തന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ അവസാനിക്കും. അതിനിടയ്ക്ക് നമ്മളുടെ വാഹനം നമ്മുടെ അടുത്തേക്ക് വരും. അതിനുവേണ്ടി ഒരല്പനേരം വെയിറ്റ് ചെയ്യുക. ആളുകളെല്ലാം ഈ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം ഇതാ നമ്മുടെ AC ബസ് കടന്നു വരികയാണ്. അപ്പോൾ ഈ ബസ്സിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ബസ്സിന് വീണ്ടും കയറി അങ്ങനെ ചുരം യാത്ര ആരംഭിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ചുരമാണ് കേട്ടോ. തിരുപ്പതിയിൽ നിന്നും ഈ തിരുമല ബാലാജി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര 24 കിലോമീറ്ററോളമുണ്ട്. ഈ വളവുകളും പുളവുകളും നിറഞ്ഞ ഈ ചുരം പാതയിലൂടെ യാത്ര ചെയ്യാൻ. തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം അഥവാ ബാലാജി ക്ഷേത്രം എന്നൊക്കെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കേട്ടോ. ചുരം കയറുന്നതിനും ഒരു പാത, എന്നാൽ ചുരം ഇറങ്ങി വരുന്നത് മറ്റൊരു പാതയിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചുരത്തിലുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ട്രാഫിക് ബ്ലോക്കുകളും ഒക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഈ ക്രമീകരണത്തിന് തീർച്ചയായും സാധിക്കും. 7 മലകളുടെ സംഗമ സ്ഥാനത്താണ് ഈ തിരുമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7 മലകളുടെ ക്ഷേത്രം എന്നും ഈ തിരുമല ബാലാജി ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് കാൽനടയായിട്ട് ഈ തിരുമല ക്ഷേത്രത്തിലേക്ക് തിരുപ്പതിയിൽ നിന്നും പോകാൻ സാധിക്കും. അപ്പോൾ ഈ കാൽനടയായി പോകുന്ന ആളുകൾക്ക് വേറൊരു പാതയാണ്, പ്രത്യേക പാത തന്നെയാണ്. അതിന് 24 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അല്പം കുത്തനെയുള്ള കയറ്റമാണെങ്കിലും ഏകദേശം ഒരു 15 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ തിരുമല ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. നോക്കൂ, വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ തിരുമല യാത്രയിലേക്ക്, തിരുപ്പതിയിൽ നിന്നും തിരുമല യാത്രയിലേക്ക് പോകുമ്പോൾ വളരെയധികം മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന കാഴ്ചകളാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് തിരുപ്പതിയുടെ നഗര പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് ഇടതുവശത്ത് തിരുമല യാത്രയിൽ പോകുമ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാഹനത്തിന്റെ ഇടതുവശം ചേർന്നിരിക്കുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ സാധിക്കുമെന്നാണ് നിങ്ങളോട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ തിരുമല എന്ന് പറയുന്നത്, അല്ലെ തിരുപ്പതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണെങ്കിലും തമിഴ്നാടിന്റെ ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. സ്ഥലം ആന്ധ്രാപ്രദേശിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ തമിഴ്നാട്ട് ബോർഡറിൽ നിന്നും ഏകദേശം ഒരു 30-40 കിലോമീറ്ററിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ തിരുമല ക്ഷേത്രത്തിന്റെ ഇറങ്ങുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ എന്നാണ് ഈ പറയുന്ന ദർശനത്തിന് ക്യൂ ഒക്കെ നിൽക്കേണ്ട സ്ഥലം. അവിടെ കുറെ ആളുകൾ ഇറങ്ങുകയാണ്. വീണ്ടും ഞാൻ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് നീങ്ങുകയാണ്. ബസ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നീക്കുമ്പോൾ തിരുമല എത്തിയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരല്പ ദൂരം കൂടെ വാഹനം സഞ്ചരിച്ചു കഴിഞ്ഞാൽ തിരുമല ഈ പറയുന്ന RTC ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തും. അങ്ങനെ ബസ് തിരുമല RTC ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ കടന്നിരിക്കുന്നു. അപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നും ആരംഭിച്ച ബസ് യാത്ര ഇപ്പോൾ ഈ പറയുന്ന തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ APRTC ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ വേറെ നമുക്ക് ചെയ്യാം, കാരണം അല്ലെങ്കിൽ വല്ലാതെ നീണ്ടു പോകുന്നതുകൊണ്ട്. അപ്പോൾ ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും AC ബസ്സിൽ യാത്ര ചെയ്ത് ഈ തിരുമല വെങ്കടേശ്വര
സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,